Dear students, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയറം 3.4. Every open subset of the real line in the usual topology can be expressed as the union of mutually disjoint open intervals. നമുക്കിവിടെ കാണേണ്ടത് റിയൽ ലൈനിൻ്റെ ഏതൊരു ഓപ്പൺ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൂഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ ലൈനിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് എടുത്തുകൊണ്ടാണ്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് വി ബി ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ. വി എന്നുള്ളത് റിയൽ ലൈനിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ വിനെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. സോ റൈറ്റ് വി ആസ് ദ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എന്താ എഴുതിയത്, വിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഈച്ച് സച്ച് കമ്പോണൻറ്റ് ഈസ് എ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ആർ. വി എന്ന് പറയുന്നത് നമ്മൾ ആറിൻ്റെ സബ്സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിനെ നമുക്ക് ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് കമ്പോണൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. കമ്പോണൻറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ നമ്മൾ വിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ കമ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആ കമ്പോണൻസുകളെല്ലാം എന്താണ്, ആറിൻ്റെ കണക്റ്റഡ് സബ്സെറ്റുകളാണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ 2.5 തിയറം പ്രകാരം അത് ഇൻ്റർവെൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, എ സബ്സെറ്റ് ഓഫ് ആർ ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർവെൽ എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ കമ്പോണൻസൊക്കെ ഇൻ്റർവെല്ലാണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും, ഈച്ച് കമ്പോണൻറ്റ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ ആർ. അങ്ങനെ നമ്മൾ വി എന്ന് പറയുന്നത് ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ അടുത്തുള്ളത്. ഓക്കെ, സോ കമ്പോണൻസ് ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ആർ ആർ ഓപ്പൺ ഇൻ ആർ. നമ്മൾ ലാസ്റ്റ് പ്രൊപ്പോസിഷൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഓപ്പൺ ഇൻ ആർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിപ്പോൾ, വി ഈസ് ദ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്ന് കിട്ടി. ഓക്കെ, നമ്മളിവിടെ വിനെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ നമ്മൾ കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇവിടെ ബാക്കി കൺക്ലൂഡ് ചെയ്യുന്നത്. കാരണം കമ്പോണൻസ് ഒക്കെ കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് ആയതുകൊണ്ട് ആറിൻ്റെ സബ്സെറ്റുകളാണ് കണക്റ്റഡ് ആയതുകൊണ്ട് അത് ഇൻ്റർവെൽസ് ആയിരിക്കും. എന്ന് മാത്രമല്ല ഈ കമ്പോണൻസ് ഈ ഒരു ഓപ്പൺ സബ്സെറ്റിൻ്റെ കമ്പോണൻസും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, വി ഈസ് ദ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Okay, now next proposition 3.5. Every quotient space of a locally connected space is locally connected. ഒരു ലോക്കലി കണക്റ്റഡ് സ്പേസിൻ്റെ എല്ലാ ക്വോഷ്യൻ സ്പേസുകളും ലോക്കലി കണക്റ്റഡ് ആവും. ഇതാണ് നമുക്ക് ഈ പ്രൊപ്പോസിഷനിൽ കാണാനുണ്ട്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് എ ഫ്രം എക്സ് ടു വൈ ബി എ ക്വോഷ്യൻ മാപ്പ് ആൻഡ് സപ്പോസ് എക്സ് ഈസ് ലോക്കലി കണക്റ്റഡ്. ഓക്കെ, now we have to show that y is also locally connected. For this we prove that components of open subsets of y are open in y. So we take v be an open subset of y and let c be a component of v. നമുക്ക് കണ്ടത് y ലോക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ 3.3 കണ്ടിട്ടുണ്ട്, ഒരു സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പൺ സെറ്റ്സിൻ്റെ കമ്പോണൻസും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണേണ്ടത് വൈ ലോക്കലി കണക്റ്റഡ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറം 3.3 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പേസിൻ്റെ ഓപ്പൺ സബ്സെറ്റുകളുടെ കമ്പോണൻറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സബ്സെറ്റ് എടുത്തു വൈൻ്റെ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വിൻ്റെ കമ്പോണൻസും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈ കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിൻ്റെ ഒരു കമ്പോണൻ്റ് എടുത്തു, സി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം എഫ് ഒരു ക്വോഷ്യൻ മാപ്പാണ്. സോ എഫ് ഇൻവേഴ്സ് വി ഈസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് വി അസർട്ട് ദാറ്റ് F inverse C is a union of some components of F inverse V.
ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ എഫ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് വിയുടെ കമ്പോണൻസിൻ്റെ യൂണിയനാണ്. ചില കമ്പോണൻസിൻ്റെ യൂണിയനാണ് ഇട്ട് നമുക്ക് എഫ് ഇൻവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് സി ആൻഡ് ഡി ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് വി കണ്ടെയ്നിങ് എക്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് സി ഇത് കാണുകയാണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് സി എന്നുള്ളതാണ്. നൗ നമ്മളിവിടെ ഡി എന്ന് എടുക്കുന്നത് കമ്പോണൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് വി ആണ്. അപ്പോൾ അതുകൊണ്ട് ഡി എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. എന്ന് മാത്രമല്ല എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് ഡി എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിയും എഫ് ഓഫ് ഡിയും കണക്റ്റഡ് എന്നുള്ളത് കിട്ടി. ആൾസോ എഫ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും നമുക്കറിയാം. ആൻഡ് എഫ് ഓഫ് ഡി ഇൻ്റർസെക്ഷൻ സി നോൺ എംപ്റ്റി ആയിരിക്കും. കാരണം എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് സി ഇൻ്റർസെക്ഷൻ ഡി, രണ്ടിലുണ്ട് എക്സ് എന്നുള്ളത്. ഓക്കെ, സോ എഫ് ഓഫ് ഡി യൂണിയൻ സി ഈസ് കണക്റ്റഡ്. നമുക്ക് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണെന്ന് വെച്ചാൽ ഇത് മ്യൂച്വലി ഡിസ്ജോയിൻ്റ് അല്ല നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈ തിയറം 2.9 പ്രകാരം ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം നമ്മൾ എടുത്തിട്ടുള്ളത് സി എന്ന് പറയുന്നത് കമ്പോണൻ്റ് ഓഫ് വി ആണ്. ഇപ്പോൾ കമ്പോണൻ്റ് ആയതുകൊണ്ട് സി ഈസ് മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും. ഓക്കെ, സോ എഫ് ഓഫ് ഡി യൂണിയൻ സി എന്തായിരിക്കും? സി ആയിരിക്കും. എഫ് ഓഫ് ഡിയും കണക്റ്റഡ് ആണ്. അപ്പം ഇത് മാക്സിമൽ ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിയൻ സി ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ എഫ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് സി, ആൻഡ് വി ഹാവ് ദസ് ഷോൺ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ദ യൂണിയൻ ഓഫ് സം കമ്പോണൻസ് ഓഫ് എഫ് ഇൻവേഴ്സ് വി. ഓക്കെ, but since x is locally connected, okay, and f inverse of v is open, locally connected ആണ്, f inverse of v ഓപ്പൺ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ കമ്പോണൻസ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. സോ ഈച്ച് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ഈസ് ഓപ്പൺ ഇൻ എക്സ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ദ യൂണിയൻ ഓഫ് സം കമ്പോണൻസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ കമ്പോണൻസിൻ്റെ ചില കമ്പോണൻസിൻ്റെ യൂണിയൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞു എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ കമ്പോണൻസ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്തായിരിക്കും? അതും ഓപ്പൺ ആണെന്ന് കിട്ടും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് കിട്ടി. Okay, so this shows that C is open in Y. Kananda, as Y has the strong topology generated by singleton F. Okay, thus we have shown that the components of open subsets of Y are open, and so Y is locally connected. Okay, now we have a definition. A path in a topological space X is a continuous function alpha from the unit interval closed interval 0, 1 into x. ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സിലുള്ള പാത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലോസ് ഇൻ്റർവൽ 0, 1 നിന്നും എക്സിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ആൽഫ ഓഫ് 0 and alpha of 1 are called respectively the initial and the terminal points, or the beginning and the end of alpha. Okay, now we say alpha is a path from alpha of 0 to alpha of 1, or that it joins alpha of 0 to alpha of 1. Okay, now we have some remarks. First one, a path is sometimes also called a curve. However, this term is generally reserved for paths in a Euclidean space. Next, a path alpha is said to be simple if the function alpha is injective, and it is said to be closed if alpha of 0 equal to alpha of 1. Closed ആണെങ്കിൽ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആയിരിക്കും. ഓക്കെ, സിമ്പിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻജക്റ്റീവ്. ഇനി എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് is a closed path alpha which is injective except for alpha of 0 equal to alpha of 1. ബാക്കിയുള്ള എല്ലാ
പോയിൻറ്റ്സിലും ഇൻജക്റ്റീവ് ആയിരിക്കണം. ഇത് ഇനി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ അതിലൊഴികെ ബാക്കിയുള്ള അതിലെല്ലാം ഇൻജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ. Now next definition, a space X is said to be path connected if for every 2 points X, Y in capital X, there exists a path alpha in X such that alpha of 0 equal to small x and alpha of 1 equal to y. ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ നിന്ന് നമ്മൾ 2 പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ 2 പോയിൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൽഫ എന്നൊരു പാത്ത് എക്സിലുണ്ടായിരിക്കണം. ഓക്കെ. ഇഫ് ഫോർ എവറി 2 points x and y in capital X, there exists a path alpha in X such that alpha of 0 equal to x and alpha of 1 equal to y. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എക്സിലുള്ള ഏത് 2 പോയിൻ്റ് എടുത്താലും ഇത് സാറ്റിസ്ഫൈ. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിനെ നമ്മൾ പാത്ത് കണക്റ്റഡ് എന്ന് പറയും. Okay, clearly the real line, all Euclidean spaces and any convex subsets of them are all path connected. The unit sphere Sn is also path connected for n greater than or equal to 1. Okay, now next we have a proposition, every path connected space is connected. Okay, നമ്മൾ ഏതൊരു പാത്ത് കണക്റ്റഡ് സ്പേസ് എടുത്താലും അത് കണക്റ്റഡ് ആവുന്നതാണ് നമുക്ക് കണ്ടത്. സോ പ്രൂഫ്, ലെറ്റ് x be a path connected space. If X is empty, then certainly it is connected. Okay, so suppose X is dot empty. Now fix some point X naught belongs to X. നമ്മളൊരു particular point X naught എന്നുള്ളത് capital X എന്ന് എടുക്കണം. Okay, for each X belongs to X. ഇനി നമ്മൾ arbitrary points ആണ് small x എന്ന് പറയുന്നത്. We are given a path alpha suffix x in X such that alpha x of 0 equal to x naught and alpha x of 1 equal to x. ഓക്കെ, നമ്മൾ ഏതൊരു ആർബിട്രറി പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിൽ നിന്നും ഈ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഓക്കെ ആ പോയിന്റിൽ കണക്ട് ചെയ്യുന്ന ഒരു ആൽഫ എക്സ് നമുക്കുണ്ടാവും, പാത്ത് ഉണ്ടാവും. കാരണം എക്സ് പാത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഏത് പോയിന്റ്സ് എടുക്കുകയാണെങ്കിലും ഇത് ഈ എക്സ് നോട്ടിൽ നിന്നും അതിനെ ഇത് ചെയ്യുന്നൊരു നമ്മളെടുക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നൊരു പാത്ത് നമുക്ക് കാണാൻ പറ്റും. നൗ ലെറ്റ് സി എക്സ് ബി ദ റേഞ്ച് ഓഫ് ആൽഫ എക്സ്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഓരോ എക്സിനും നമുക്ക് ഓരോ ആൽഫ എക്സുകൾ ഉണ്ടാവും. ഓക്കെ, ഓരോ കണ്ടിന്യൂസ് ഫങ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ചാണ് നമ്മൾ സി എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, നൗ സി എക്സ് ഈസ് കണക്റ്റഡ് സിൻസ് it is a continuous image of the unit interval which is connected. യൂണിറ്റ് ഇൻ്റർവെൽ കണക്റ്റഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ഒരു കണക്റ്റഡ് സബ്സെറ്റിൻ്റെ കണ്ടിന്യൂസ് ഇമേജ് ആണ് എന്ത് സി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർലി എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ടു എക്സ് സി എക്സ്. നമ്മൾ സി എക്സ് എന്ന് പറയുന്നത് ആൽഫ എക്സിൻ്റെ റേഞ്ചുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ എക്സ് എടുക്കുകയാണെങ്കിലും ഓക്കെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി എക്സുകൾ കിട്ടും. ഓക്കെ, അതിൻ്റെയൊക്കെ യൂണിയൻ ആയിരിക്കും ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. നൗ ഫോർ എനി 2 x, y ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്, നമ്മൾ 2 പോയിൻറ്റ്സ് എടുക്കുക എക്സിൽ നിന്നും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി എക്സും സി വൈ ഉണ്ടാവും. അപ്പോൾ അതിലെ കോമൺ പോയിൻ്റ് എപ്പോഴും എന്തായിരിക്കും, സി എക്സ് സി വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ എക്സ് നോട്ട് ആയിരിക്കും. അപ്പോൾ എക്സ് നോട്ട് ബിലോങ്സ് ടു സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈ എന്ന് കിട്ടും നമുക്ക്. ആൻഡ് സോ ഇത് രണ്ടും എന്തായിരിക്കും, സി എക്സും സി വൈയും ആർ നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ് എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടി, സി എക്സും സി വൈയും കണക്റ്റഡ് ആണ് എന്ന് മാത്രമല്ല അത് നോട്ട് മ്യൂച്വലി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ തിയറം 2.9 പ്രകാരം നമുക്ക് എന്ന് പറയാൻ പറ്റും എക്സ് ഈസ് കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും. കാരണം എക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ലാത്ത എന്നാൽ കണക്റ്റഡ് ആയിട്ടുള്ള സി എക്സുകളുടെ യൂണിയനാണ്. സോ ബൈ തിയറം 2.9 എക്സ് ഈസ് കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ 3.9. ഇൻ എനി സ്പേസ് എക്സ് ദ ബൈനറി റിലേഷൻ ഡിഫൈൻഡ് ബൈ ലെറ്റിംഗ് എക്സ് റിലേറ്റഡ് ടു വൈ ഫോർ എക്സ് വൈ ബിലോങ്സ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ പാത്ത് ഇൻ എക്സ് ഫ്രം എക്സ് ടു വൈ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഇവിടെ എക്സ് എന്നുള്ളൊരു സ്പേസ് അതിൽ ഉള്ളൊരു ബൈനറി റിലേഷൻ എക്സ് റിലേറ്റഡ് ടു വൈ
ഫോർ എക്സ് വൈ ബിലോങ്സ് ടു എക്സ്. അപ്പോൾ ഈ എക്സ് റിലേറ്റഡ് ടു വൈ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദർ എക്സിസ്റ്റ് എ പാത്ത് ഇൻ എക്സ് ഫ്രം എക്സ് ടു വൈ. അതുപോലെ തന്നെ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷനാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ റിഫ്ലക്സീവ്, സിമെട്രി ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, സോ പ്രൂഫ്. Reflexivity of the relation follows from trivially by considering constant paths. കോൺസ്റ്റൻറ്റ് പാത്തുകൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലേക്ക് ഒരു റിലേഷൻ നമ്മൾ പറയണത് എന്ന് വെച്ചാൽ അതിലേക്കുള്ളൊരു പാത്ത്. അപ്പോൾ അത് സിംപ്ലി ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് പാത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറയാൻ പറ്റും. സോ റിഫ്ലക്സിവിറ്റി ഈസ് ട്രിവിയൽ. നൗ ഫോർ സിമെട്രി, suppose alpha is a path in x from x to y. Okay, that means x related to y എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് കണ്ടത് y related to x എന്നുള്ളതാണ്. Okay, so we define beta from closed interval 0 1 to x by beta of t equal to alpha of 1 minus t for t belongs to closed interval 0 1. Okay, now beta is continuous since it is the composition alpha composition f, where f is from closed interval 0 1 to 0 1 is the map f of t equal to 1 minus t for t belongs to closed interval 0 1. ഓക്കെ, ഇപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, ആൽഫ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ കോമ്പോസിഷൻ ആണ് എന്ത് പറയുന്നത്? ഈ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എഫ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ബീറ്റയും കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. എന്ന് മാത്രമല്ല ബീറ്റ ഈസ് എ പാത്ത് ഫ്രം വൈ ടു എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ ഫോർ ട്രാൻസിറ്റിവിറ്റി, സപ്പോസ് ആൽഫ ഈസ് എ പാത്ത് ഫ്രം എക്സ് ടു വൈ ആൻഡ് ബീറ്റ ഈസ് എ പാത്ത് ഫ്രം വൈ ടു സെഡ്. ഓക്കെ, നമുക്കിനി കാണേണ്ടത് ഒരു പാത്ത് ഫ്രം എക്സ് ടു സെഡ് ഉണ്ട് എന്നുള്ളതാണ്. ട്രാൻസിറ്റിവിറ്റി കാണിക്കണമെങ്കിൽ നമുക്ക് കണ്ട അതാണ്. സോ വി ഡിഫൈൻ ഗാമ from closed interval 0 1 to x by gamma of t equal to alpha of 2t if 0 less than or equal to t less than or equal to 1 by 2, beta of 2t minus 1 if 1 by 2 less than or equal to t less than or equal to 1. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ഗാമ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആണ്, കാരണം ആൽഫ ഓഫ് 1 ഈക്വൽ ടു വൈ ഈക്വൽ ടു ബീറ്റ ഓഫ് 0. Okay, also gamma is continuous since its restriction to each of the two closed subsets closed interval 0 1 by 2 and 1 by 2 1 of closed interval 0 1 is continuous. So gamma is continuous. Okay, clearly gamma is a path in x from x to z. Check it out. And so x related to z എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ഹെൻസ് ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എക്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഡെഫിനിഷൻ. ദ ഇക്വലൻസ് ക്ലാസസ് അണ്ടർ ദ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻഡ് അബോവ് ആർ കോൾഡ് പാത്ത് കമ്പോണൻസ് ഓഫ് ദ സ്പേസ് എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റിലേഷൻ കണ്ടു. എക്സ് വൈ എടുക്കുകയാണെങ്കിൽ എക്സിൽ നിന്ന് വൈയിലേക്കും ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എക്സ് റിലേറ്റഡ് വൈ എന്ന് പറയും. അതൊരു ഇക്വലൻസ് റിലേഷൻ ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും ഇക്വലൻസ് റിലേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഇക്വലൻസ് ക്ലാസ് കിട്ടും. ഓക്കെ, സോ ആ ഇക്വലൻസ് ക്ലാസ്സുകളെ നമ്മൾ എന്ത് പറയുന്നത്? പാത്ത് കമ്പോണൻസ് ഓഫ് ദ സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് എ പ്രൊപ്പോസിഷൻ 3.11. എ സബ്സെറ്റ് സി ഈസ് എ പാത്ത് കമ്പോണൻറ്റ് ഓഫ് എ സ്പേസ് എക്സ് if and only if C is a maximal subset of X with respect to the property of being path connected. C എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എക്സ് എന്ന് പറഞ്ഞ സ്പേസിൻ്റെ പാത്ത് കോമ്പോണൻ്റ് ആണുള്ള കണ്ടീഷൻ വന്നത് എന്താണ്? C is a maximal subset of X with respect to the property of being path connected. അതല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ സബ്സെറ്റ് പാത്ത് കമ്പോണൻ്റ് ഓഫ് എ സ്പേസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രപ്പോസിഷൻ്റെ പ്രൂഫ് നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ നമ്മൾ ചില പാർട്ടുകളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ 3.8 പ്രപ്പോസിഷന് ശേഷമുള്ള
ചില എക്സാമ്പിൾസ്. എവരി പാത്ത് കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്നാണ് 3.8 പറയുന്നത്. അപ്പോൾ അതിൽ ചില സ്പേസുകൾ നമ്മൾ കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പാത്ത് കണക്റ്റഡ് ആണെന്ന് കാണിക്കലായിരിക്കും ഒന്നുകൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 3.8ൻ്റെ കോൺവേഴ്സ് പാർട്ട് ട്രൂ അല്ല എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിൾസും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലുള്ള എക്സസൈസ് പാർട്ടും നിങ്ങൾ റെഫർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.